ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണു. സോ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ ആയിരുന്നിട്ടും കൂടിയും ഞങ്ങൾ 3 പേര് രാവിലെ പതിവില്ലാണ്ട് നേരത്തെ എണീറ്റിട്ടുണ്ട്. ഏട്ടൻ എണീക്കാറുണ്ട്. ജനുവരി മുതൽക്ക് മാള് വീണ്ടും ഡാൻസ് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്സ്വിച്ചിൽ ഓൾറെഡി അവൾ പഠിച്ചിരുന്നല്ലോ. പക്ഷെ ഇവിടെ ക്ലാസിക്കലാണ് അവൾ ജോയിൻ ചെയ്തത്. അവൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ UK-ലേക്കൊക്കെ വന്ന സമയത്ത് ബ്രേക്കായി. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അവൾ ലാസ്റ്റ് സാറ്റർഡേ മുതൽക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഏട്ടൻ അവളെ കൊണ്ടാക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും റെഡി ആയിട്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ വന്നിട്ട് ഉടനെ എനിക്കൊരു ഹെയർ കട്ട് അപ്പോയിൻമെൻറ്റ് ഉണ്ട്. കുറേ നാളായി ഹെയർ കട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ എന്തായാലും ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തു. ഏട്ടനും ഇവിടെ എത്തി. അപ്പോൾ ഞാൻ എന്തായാലും ലേറ്റ് ആവണില്ല, വേഗം ചെരുപ്പിട്ടിട്ട് പോവാൻ നോക്കട്ടെ. അപ്പോൾ അതേ ഏട്ടനും വന്നു. ഹായ്, ഗുഡ് മോർണിംഗ് എവരിവൺ. അതെ, അപ്പോൾ ഞങ്ങൾ വേഗം നമുക്ക് പോവാം. 10:15 എൻ്റെ അപ്പോയിൻമെൻറ്റ് ചാലിക്കെടുത്താ. അപ്പോൾ ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണാം കേട്ടോ. ഇത് കണ്ടോ, ഈ കൃഷ്ണനെ ഞങ്ങള് ഇത്തവണ ഗുരുവായൂർ പോയപ്പോൾ നാട്ടിൽ നിന്ന് മേടിച്ചത്. വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഫിക്സ് ചെയ്തത്. പക്ഷെ നല്ല ക്യൂട്ട് കൃഷ്ണനായിട്ടുണ്ട്. ഞാൻ സാലനിലെത്തി. പക്ഷെ ഏട്ടൻ അവിടെ പാർക്കിംഗ് നോക്കിയിട്ട് കിട്ടിയില്ല. ഒക്കെ ഈ വീൽ ചെയർ ആക്സസിബിൾ പാർക്കിംഗ് മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്ന ഒരു ടൗൺ സെൻറ്ററാണ് കേട്ടോ. ഇപ്പോൾ സാറ്റർഡേ നല്ല തണുപ്പും 10-10:30 ആയതുകൊണ്ടാണ് തോന്നുന്നു വലിയ ക്രൗഡൊന്നും ആയിട്ടില്ല. നല്ല തണുപ്പുണ്ട്, എന്നാലും നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സാലൺ. അവിടെ ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരാളുടെ ഹെയർ കട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, ഏട്ടനില്ല. പാർക്കിംഗ് കിട്ടാത്ത കാരണം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ വീട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ കട്ട്? എല്ലാവരും കണ്ടോ? പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും അവർ കുറേ ഹെൽപ്പ് ചെയ്തു. ഏട്ടനോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ട് റിയാക്ഷൻ എടുക്കാൻ പറ്റിയില്ല. അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഇപ്പോൾ റിയാക്ഷൻ കാണിച്ചു തരാം. റിയാക്ഷൻ തരൂ കുട്ടി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. ഓക്കെ, വാലോർക്കൂ. നല്ല തണുപ്പ്. ശരിക്കും മനസ്സിലാക്കാൻ ഇപ്പൊ കുഴപ്പമില്ല, കാണുന്നുണ്ടല്ലേ? ലെങ്ത് അധികം കുറച്ചില്ല, കുറച്ച് ആ താഴത്തെ ഭാഗം ഭയങ്കര എന്താ പറയുക, കനം കുറഞ്ഞത് കട്ട് ചെയ്തു. പിന്നെ അവരിങ്ങനെ കേൾസ് ചെയ്ത കാരണം ഹൈറ്റ് കുറവ് പോലെ തോന്നുന്നതാണ്, അല്ല ലെങ്ത് കുറവ് പോലെ തോന്നുന്നത്. പക്ഷെ വീണ്ടും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. ഞാൻ ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇപ്പം എത്ര മണിയായി? 12:45 ആയി. 10:30 മണിക്ക് പോയതാ. ഞാൻ വേഗം കഴിയുമെന്ന് വിചാരിച്ചിട്ട് ചായ മാത്രം കുടിച്ചിട്ട് പോയത്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചിക്കൻ പരിപാടിയാണ്. ഇവിടെ ചിക്കനൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരാൾ. അപ്പം ചിക്കനൊക്കെ വെക്കാൻ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഒരു ഷെഫ് ഓൾറെഡി നമ്മുടെ അടുക്കളയിൽ കയറി. എന്തിനായിരിക്കും? സവാള ഗിരി. അപ്പൊ നമുക്ക് ചിക്കൻ പരിപാടി തുടങ്ങാം. മാളുകുട്ടിയുടെ കുളി ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലെ? ഭയങ്കര വിശദമായ നീരാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചത് ഞാൻ കാണിച്ചു തന്നല്ലോ. അത് സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിരിക്കാൻ, വെള്ളം പോകാൻ. അപ്പൊ ഈ ചിക്കനിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ
കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, പിന്നെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അനിയന്ന് ഒരിത്തിരി എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി. അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മസാല റെഡിയായി. ഞാൻ അതിലൊരിത്തിരി ഒരു 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി, അതിലേക്ക് നമ്മൾ ഓനിയൻ ഇട്ട് സോട്ട് ചെയ്യാൻ പോവാണ്. ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ അതിൽ ജിഞ്ചർ പേസ്റ്റ് ഇട്ടു കേട്ടോ. ഞാൻ അതുകൊണ്ട് അരയ്ക്കാനായിട്ട് ജിഞ്ചർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓനിയൻ നന്നായി വഴന്ന് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചില്ലി പൗഡർ, കുറച്ച് കൊറിയാണ്ടർ പൗഡർ, കണക്കൊന്നും പറയുന്നില്ല, ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇടുന്നത്. കുറച്ച് പെപ്പർ, ക്രഷ്ഡ് പെപ്പർ, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ റോ സ്മെല്ല് പോണ വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാണ്. നന്നായിട്ട് ഇളക്കാം. ഇപ്പൊ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പൊ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം ചിക്കൻ ഒരു ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഞാൻ ഇതിൽ ഇതുവരെ വെള്ളം ഒട്ടും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ ചിക്കൻ അടച്ചു വെച്ചില്ലേ, എന്നിട്ട് ഒന്ന് തള വന്നു. അപ്പോൾ അത് ഇത്രയും വെള്ളം ഫോം ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെയും ഇതിൽ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് മാറി വരുന്നുണ്ട്. നമ്മളിനി വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. മീൻവയൽ മാളുകുട്ടി കുളി കഴിഞ്ഞ് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. വെയിറ്റിംഗ് ഫോർ മാളുകുട്ടീസ് റിയാക്ഷൻ ഓൺ മൈ ഹെയർ കട്ട്. ഞാൻ മുടി കെട്ടാൻ പോയത് മറന്നു പോയോ? ഇത്ര ചെറുതാക്കിയിട്ടില്ല. ചെറുതാക്കിയിട്ടില്ല, അത് അവര് കേൾസ് ചെയ്ത കാരണം ഇങ്ങനെ കയറി പോലെ. പക്ഷെ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട് താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മുടെ ചിക്കൻ ഫൈനൽ സ്റ്റേജിലായി. നമ്മുടെ 2 ക്യാമറാമാൻമാരും ബിസിയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇങ്ങനെ ഓയിലൊക്കെ തെളിഞ്ഞ് വന്നു. ചിക്കൻ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. കണ്ടോ, നല്ല ഒരു ഡാർക്ക് ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഞാൻ അതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ ചിക്കൻ റെഡി ആവുന്ന നേരം കൊണ്ട് ഞാൻ വീണ്ടും റെഡി ആയിട്ട് വന്നു. എനിക്ക് ഇന്ന് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 3 മണിയായി. 4-4:30 ആകുമ്പോൾ ഞങ്ങൾ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ട് വേണം അവിടേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ റെഡിയായി. ബാക്കി 2 പേര് ഇതേ മുകളിൽ റെഡി ആയിക്കൊണ്ടിരിക്കണം. അതാണ് ക്യാമറാമാൻമാരുടെ ഷോർട്ടേജ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? അടിപൊളിയല്ലേ? ടേസ്റ്റും നല്ല സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. കുറച്ച് റൈസ് ഉണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ ഇപ്പോൾ
ഉണ്ടാക്കിയ ചിക്കൻ കറിയും ആൻഡ് റെഡിമെയ്ഡ് പൊറോട്ട അത് ചൂടാക്കി. അങ്ങനെ ഞങ്ങൾ വേഗം ഊണൊക്കെ കഴിച്ച് റെഡിയായിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലേ, അവിടേക്ക് പോകാൻ പോവാണ്. ഏട്ടൻ ഓൾറെഡി കരക്കയറിയിരിപ്പാണ്.